ഓരോ പരിപാടികൾക്കും ഒരു ആദ്യത്തെ എപ്പിസോഡുണ്ട്, പിന്നെ എപ്പിസോഡുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിൽ നല്ല പരിപാടികൾ കുറെ അധികം എപ്പിസോഡുകൾ പോകും. ചില പരിപാടികൾക്ക് ആളുകൾക്ക് അഭിപ്രായമില്ലെങ്കിൽ ആ പരിപാടികൾ ഇടയ്ക്ക് വെച്ച് അവർ ഉദ്ദേശിച്ചതിന് മുമ്പേ നിർത്തേണ്ടി വരും. ചില പരിപാടികൾ ഉദ്ദേശിച്ചെടുത്ത് നിർത്താൻ പറ്റില്ല, ആളുകൾക്ക് നല്ല അഭിപ്രായമുള്ളത് കൊണ്ട് അതിൽ കൂടുതൽ എപ്പിസോഡുകൾ ചെയ്യേണ്ടി വരും. ഒരു ചെറിയ കുട്ടിയായി സിനിമയിലെത്തുന്നു. ആ സിനിമയിലെത്തിയ ശേഷം 35 വർഷങ്ങൾ സിനിമയിൽ നിലകൊള്ളുന്നു. ഈ 35 വർഷങ്ങളിലും സിനിമകളിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ഒരു കാര്യമാണ്. മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ആ താരത്തെ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സുധീഷ്. സുധീഷ് ഏട്ടാ, ഫൺസ് അപ്പോൺ എ ടൈമിലേക്ക് സ്വാഗതം. താങ്ക് യു വെരി മച്ച്. എങ്ങനെയാണ് 35 വർഷവും സിനിമകളിൽ ഉണ്ടായത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് അഭിനയിക്കാനാണ് ആഗ്രഹം. അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വേഷങ്ങൾ കഴിയുന്ന വ്യത്യസ്തമായിട്ട് ഭംഗിയായിട്ട് ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന തൊഴിൽ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടാവാം മിക്കവാറും അങ്ങനെ ഓരോ വർഷങ്ങളും സിനിമ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് ലഭിച്ചപ്പം ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പരിശോധിച്ചപ്പം അപ്പോഴാണ് ഒരുപാട് പേര് ആലോചിച്ചു, ഹേ ഇദ്ദേഹത്തിന് ഇപ്പോഴാണോ ഇത് കിട്ടുന്നത് എന്നൊരു ചോദ്യം വന്നു അല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സുധീഷിന് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അഭിനയിച്ചിട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വേഷങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, അത് ഡയറക്ടർ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ആദ്യ കാലങ്ങളിൽ ഞാൻ ഒരുപാട് ശക്തമായ നല്ല വേഷങ്ങൾ നല്ല സംവിധായകരുടെ കീഴിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, അതുപോലെ സിബി സാറ്. അപ്പോൾ ആ സമയത്തൊക്കെ ചില വേഷങ്ങൾ കണ്ടപ്പോൾ പല ആളുകളും എൻ്റെ ഫ്രണ്ട്സും നാട്ടുകാരൊക്കെ പറയാറുണ്ട്, ഇതിന് ചിലപ്പോൾ അവാർഡ് കിട്ടും കേട്ടോ എന്നൊക്കെ പറയാറുണ്ട്. അത് ചിലപ്പോൾ എല്ലാവരും പറയുന്നുണ്ടാവും, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും അപ്പോൾ ആ സമയത്തൊക്കെ പ്രതീക്ഷ ഒന്നുമില്ല. കാരണം എനിക്കറിയാം അന്ന് വലിയ വലിയ നടന്മാരും വലിയ വലിയ താരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് മലയാള സിനിമ. അപ്പോൾ നമ്മളതിൽ ചെറിയൊരാൾ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങനെ ലഭിക്കുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഇതൊരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇത്തവണ കിട്ടുന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മുടെ മലയാള സിനിമയിൽ നിൽക്കാൻ സാധിക്കുകയും ഇപ്പം ന്യൂജൻ യുഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു, ന്യൂജൻ അഭിനയ രീതിയും കാര്യങ്ങളൊക്കെ മാറി. അപ്പം ഇങ്ങനൊരു കാലഘട്ടത്തിൽ ഈ ഒരു അംഗീകാരം കിട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സുധീഷിനെ സംബന്ധിച്ച് ഒരു കയറ്റിറക്കും എന്നൊന്നും എനിക്ക് പറയാനില്ല. വന്നപ്പോ തൊട്ട് നല്ല സ്റ്റഡി ആയിട്ട് ഇങ്ങനെ വിട്ടു പോകുന്നുണ്ട്. അതിന്റെ പരിപാടി എന്താണ്? അല്ല, അത് സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ടല്ലോ, സമാധാനമുണ്ട്. കാരണം ഇടയ്ക്ക് ഇറങ്ങി പോകണില്ലല്ലോ, ഒരുപാട് കയറ്റില്ലെങ്കിലും. അപ്പോൾ അതൊരു സമാധാനമുള്ള പോക്കാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈയിടെയായിട്ട് ഇപ്പം അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ ആ ഒരു ഏജിന്റെ പ്രത്യേകതയിൽ മിക്കവാറും ഒരേ ടൈപ്പുള്ള ക്യാരക്ടേഴ്സാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഒരുപാട് ഡിഫറൻസ് ആയിട്ടുള്ള വേഷങ്ങൾ ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചെറുപ്പക്കാരനായാലും പ്രായമുള്ള ആളായിട്ടും മധ്യവയസ്കനായിട്ടും ഒക്കെ ഇപ്പം ലഭിക്കുന്നുണ്ട്. അതൊരു സന്തോഷം അല്ല. കാരണം ഈ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാള് സുധീഷ് ചേട്ടനാണ്. എനിക്ക് തീവണ്ടിയിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് സുധീഷ് ചേട്ടൻ ഒന്ന് പ്രായം വെളിപ്പെടുത്തിയ ഒരു വേഷം, വെളിപ്പെടുത്തൽ അതിൽ കൂടുതലാണ് ചെയ്തേക്കുന്നത്. അതെ, അമ്മാവനായിട്ട്. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് താടിയൊക്കെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ തീവണ്ടിക്ക് മുമ്പ് ചെറിയ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക് സിനിമയിൽ. അപ്പൊ ന്യൂജനിൽ ഒരുപാട് പുതിയ പുതിയ നടന്മാരും പുതിയ പുതിയ രീതിയിലുള്ള ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് അഭിനയിക്കാനുള്ള ത്വര മനസ്സിലുണ്ടാവുള്ളൂ. ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പുതിയ കാലഘട്ടങ്ങളിൽ അതെന്താ നമുക്ക് ലഭിക്കാത്തതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ഭാഗ്യം എന്നോണം തീവണ്ടിയിൽ എന്നെ വിളിക്കുന്നത്. അപ്പം ഞാനത് എന്താ പറയുക, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് വളരെ നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അത് അവതരിപ്പിച്ച് കാണിച്ചു. അങ്ങനെയാണ് ഈ ഒരു നെക്സ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞു. സുധീഷ് ചേട്ടൻ്റെ കൂടെ എതിരെ എന്നുള്ള ചിത്രത്തിൽ എനിക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് അന്ന് നേരിട്ട് കണ്ടു പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇപ്പോഴും ഈ അടുത്ത കാലത്തും ഒക്കെയുള്ള എല്ലാ പുരസ്കാര വേദികളിലെ ഒരു പ്രധാനപ്പെട്ട അതിഥിയും പുരസ്കാര ജേതാവും ഒക്കെയാണ് നമ്മുടെ സുധീഷ് ചേട്ടൻ.